അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ചരിത്രങ്ങളിലെ വളരെയധികം പ്രസിദ്ധമായ ചരിത്രമാണല്ലോ ബദരീങ്ങളുടെ ചരിത്രങ്ങൾ. ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും വളരെയധികം പ്രയാസങ്ങളിലൂടെ ഇസ്ലാമിന് വിജയം കൊയ്തെടുത്ത ഒരു ചരിത്ര നിമിഷങ്ങളായിരുന്നു. ഈ ചരിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൽ വലിയൊരു പങ്ക് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ രചനകളിലുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളിൽ 5000-ഓളം രചനകളിൽ നിന്നും വളരെയധികം ജനശ്രദ്ധേയമായ ആണ് ബദറുൽ കുബറ. ബദറുൽ കുബറയിൽ മോയിൻകുട്ടി വൈദ്യര് ബദരീങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് മുൻകാല പണ്ഡിതന്മാര് ബദരീങ്ങളെ എങ്ങനെയാണ് അവരെ തവസ്സുലാക്കിയിരുന്നത് എന്നും അവരോട് സഹായങ്ങൾ എങ്ങനെ ചോദിച്ചിരുന്നത് എന്നും കൃത്യമായിട്ട് മോയിൻകുട്ടി വൈദ്യര് പരിചയപ്പെടുത്തുന്ന ഒരു ഇശലുണ്ട്. ആദി ആനവന്റെ എന്ന ഇശലിലൂടെ 5-ാമത്തെ ഇശലിലൂടെ പറയുന്ന ആ പാട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഉരത്തബ്നു ബുർഹാനദണ്ഡവൻ സീറത്തുൽ ഹലബിയിലെ ഉള്ളുറപ്പിലൊരുത്തർ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ ബിരുത്തലേത് ഫൊഷുത്തിലാകിലും മുത്തരം മാജിലായി വീട്ടുറാഹിമയൻ കൊതി ബദരീങ്ങളെ തിരുഹക്കിനാൽ കരുത്തർ അബ്ദുൽ ലത്തീഫ് ശൈഖ്ക്കു വിത്തവർക്കുൽ റിസാലയിൽ കാരുണർ അസ്മാഉകൾക്കുൽ മുഅല്ലമായ ഫളായിലാൽ പെരുത്ത പേർക്ക് വിലായത്തെത്തിമു ഫല്ലലമു വലിയാക്കലായി വിട്ടുറാഹിമയൽ കൊതിബത് റിങ്ങളെ വളർഹക്കിനാൽ അരിപ്പം വലിയാക്കളിൽ ചിലർ ഊനിരോഗികൾ റസിലെ അംഗക്കൈകളെ ബേത്തവർ അസ് മക്കളാൽ ശിഫ തേടലിൽ സാരിയാൽ ഗുണമെത്തി ഒയ്യേ ഡുത്തതില്ല കൈസത്യം സൈരി ശിഫത്തായെന്നിൽ ബദരീങ്ങളെ പുകൾ ഹാക്കിനാൽ ഊരിടை സുലഹാക്കളിൽ ചിലർ ഊന്നി സങ്കടങ്ങൾ ബലാഉകൾ കടുപ്പമിൽ അസ്മാഉഹും കുരു തിട്ടുകെട്ടുകിലോതിലും തേടിയെത്തുമിജാബത്തഫൽ മുജറബായമൈ കണ്ടതാം തീർക്ക് ഹാക്കിമയൽ കൊതിബത് റിങ്ങൾ ഫൈലും വഹാക്കിനാൽ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻബദിരീങ്ങളെ ഹാലിറുണ്ട വിടത്തിലും തൽമു റാദ് പോൽഷണം ഹാസ്വില ഹാല് മൗത്തണയും മുൻദിനമിൽ ഒക്കെയും ശിഫ ഉണ്ട് കേൽ ഹതഫ് മുഹ്തളിറങ്കിലോ ലഹു റാഹത്തും ഖഫിഫത്തുമേ. അല്ലാഹു തആല നല്ലൊരു മൗത്ത് നൽകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. മോയിൻകുട്ടി വൈദ്യര് ഇതിൽ വിശദീകരിക്കുന്നത് ബദരീങ്ങളുടെ മഹത്വത്തെ കുറിച്ചാണ്. മുൻകാല മഹാന്മാര് പണ്ഡിതന്മാര് അവർ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളെ കുറിച്ച്, അവർ തവസ്സുല് ചെയ്ത രീതികളെ കുറിച്ചാണ് ഈ ഒരു ഇശലിൽ മോയിൻകുട്ടി വൈദ്യര് പാടി പറഞ്ഞു. ഉരത്തബ്നു ബുർഹാനദണ്ഡവൻ സീറത്തുൽ ഹലബിയിലെ സീറത്തുൽ ഹലബിയ എന്ന കിതാബില് ഇബ്നു ബുർഹാൻ എന്നവർ പറയുകയാണ്, ഉള്ളുറപ്പിലൊരുത്തർ കോരിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ മനസ്സിന്റെ ഉറപ്പുകളെ കൊണ്ട് ബദരീങ്ങളെ വെച്ചുകൊണ്ട് കാവൽ തേടിയാൽ ബിരുത്തലേത് ഫൊഷുത്തിലാകിലും കിട്ടുമുത്തിരം മാജിലായി. നമ്മൾ വിളിക്കുന്നത് ഏത് ഇരുത്തത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ മനസ്സിന്റെ ആ ഒരു മനക്കരുത്ത്, നമ്മുടെ ദൃഢനിഷ്ഠയത്തിലാണ് നമ്മൾ വിളിക്കുന്നത് എങ്കിൽ അതിന് ആജിലായിട്ട് പരിപൂർണമായിട്ട് ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ കരുത്തർ അബ്ദുൽ ലത്തീഫ് ശൈഖ്ക്കു വിത്തവർക്കുൽ റിസാലയിൽ അബ്ദുൽ ലത്തീഫ് എന്ന ഷെയ്ഖ് അവരുടെ രേഖയിൽ എഴുതുകയാണ്, കാരുണർ അസ്മാഉകൾക്കുൽ മുഅല്ലമായ ഫളായില
ബദരീങ്ങളുടെ അസ്മാഇന് അതിന് വളരെ ശ്രേഷ്ഠതയേറെ ഫളലുകളാണ്. ഫേർക്ക് വിലായത്തെത്തിമു ഫല്ലലാം വലിയാക്കളായി. പല ആളുകളും അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ തന്നെ വലിയകള് എന്ന പദവിയിലേക്ക് എത്തിപ്പെട്ട തന്നെ ബദരീങ്ങൾ കാരണമാണ് എന്നാണ് ഈ അബ്ദുൽ ലത്തീഫ് എന്ന ഷെയ്ഖ് ഇവിടെ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മൂപ്പര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും പഠിച്ചെടുത്ത് അതിൽ നിന്നും എഴുതിയതാണ് ഈ മാപ്പിളപ്പാട്ട്. അതുപോലെ ചിലർ രോഗികൾ ആരിഫായ അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവി നേടിയ ആരിഫായ ആളുകള് അവർ ചില രോഗികളുടെ റസിൽ തലക്കു മുകളില് അംഗക്കൈകളെ ബേത്തവർ അസ് മക്കളാൽ ശിഫ തേടലിൽ അവരുടെ തലക്കു മുകളിൽ കൈവച്ച് ആ വിഷയത്തിന് വന്ന പ്രശ്നത്തിന് ആ ഷിഫക്ക് രോഗത്തിന് ഷിഫ തേടലിൽ സാരിയാൽ ഗുണമേത്തി ഒയ്യേ ില്ല കൈസത്യം ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ അവര് ആ കൈകളെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് വെറുതെ ഒരു മഹത്വം പറയാ എന്നുള്ളത് മാത്രമല്ല, ഇത് അന്നത്തെ കാലത്തുള്ള ആരിഫീങ്ങളും ഔലിയാക്കളും മുഅ്മിനീങ്ങളും സജ്ജനങ്ങളും സ്വീകരിച്ചിരുന്ന ഒരു രീതികളായിരുന്നു. ഇന്ന് നമുക്ക് ഈമാൻ കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഈ രൂപത്തിലൊന്നും ബദരീങ്ങളെ വിളിക്കാത്തതും വിളിച്ചിട്ട് നമുക്ക് ജവാബ് കിട്ടാത്തതും. അതുകൊണ്ടാണ് സയ്യിദി ശിഫത്തായെങ്കിൽ ബദരീങ്ങളെ പുകൾ ഹാക്കിനാൽ. അതുപോലെ മറ്റൊരു വരിയിൽ കാണാം, കൂറിടെ സുലഹാക്കളിൽ ചിലർ ഊന്നി സങ്കടങ്ങളും ബലാകളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് കടുഫബിൽ അസ്മാഉഹും കുരു കെട്ടുകിലോതിലും അവര് ആസ്മാകളൊക്കെ എഴുതിയിട്ട് അത് ഉറുക്ക് കെട്ടിയിട്ട് അത് മന്ത്രിച്ച് ഉറുക്ക് കെട്ടുമാണ് എന്നാണ് മൊയ്ൻകുട്ടി ഇവിടെ പറയുന്നത്. തേടിയെത്തും ഇജാബത്തഫൽമു ജറബായമൈ കണ്ടതാം. അത് കെട്ടല് മാത്രല്ല, അത് കെട്ടിയതിന്റെ ഗുണമായിട്ട് അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുമായിരുന്നു, കൃത്യമായിട്ട് കിട്ടും എന്നതിന്റെ തെളിവടക്കമാണ് മോയിൻകുട്ടി വൈദ്യർ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ ഇന്നത്തെ ജനറേഷനിലെ ജനങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആ ഒരു ഇഖ്ലാസോട് കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അത് അവര് കേൾക്കും. അതാണ് നമ്മുടെ ഉമ്മമാരൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ ബദരീങ്ങളെ എന്നൊരു വിളി ഉണ്ടായിരുന്നല്ലോ, ആ വിളിയെല്ലാം ഇന്ന് നിന്നുപോയി. അല്ലാഹു തആല അവരുടെ മദതും നെളറും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. പിന്നെ